കൊല്ലം കുന്നിക്കോടിൽ 7 വയസ്സുകാരി പേവിഷബാധയേറ്റ് മരിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കെ.ബി. ഗണേഷ് കുമാർ. ആരോഗ്യമന്ത്രി വീണ ജോർജിന് കത്ത് നൽകുമെന്ന് മരിച്ച നിയ ഫൈസലിന്റെ കുടുംബത്തിന് ഗണേഷ് കുമാർ ഉറപ്പു നൽകി. ആശുപത്രി ചെന്നപ്പോൾ ഈ കുഞ്ഞിന്റെ അമ്മയ്ക്കും കൂടെ പോയ ബന്ധുക്കൾക്കും ഒരു മോശാനുഭവം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഏപ്രിൽ 8-ാം തീയതി അത് എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഞാൻ വകുപ്പ് മന്ത്രിയെ അറിയിച്ചുകൊണ്ട് ആ കാര്യത്തിൽ ഒരു അന്വേഷണം അടിയന്തരമായി നടത്തിക്കും. ഇവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാക്കും. കാരണം ഈ അമ്മ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. കാരണം കുഞ്ഞിന് അപ്പോഴുണ്ടായ ഒരു സമീപനം അവർ പറയുന്നത് കൂടി അറിഞ്ഞുകൊണ്ട് വേണം ഇതിൽ അന്വേഷണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുഞ്ഞിനെ മരുന്ന് കൊടുത്തു. പക്ഷെ മരുന്നിന് ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ കാണാൻ കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഈ പ്രതിരോധ ശേഷി വന്നിരുന്നു. പക്ഷെ ചെറിയ കുഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടായില്ല. അപ്പോൾ അത് ഈ ചെന്ന സമയത്തുള്ള ഈ മുറിവിനെയും കുഞ്ഞിനെയും കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ച് ഏപ്രിൽ 8-ാം തീയതി താലൂക്ക് ഹോസ്പിറ്റലിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊരു പരാതിയുണ്ട് കുടുംബാംഗങ്ങൾക്ക്. അത് അന്വേഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ആവശ്യപ്പെടും. നന്ദുഷ വിവരങ്ങൾ നൽകും. നന്ദുഷ, വിശദാംശങ്ങൾ. നിയ ഫൈസലിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അതായത് വ്യക്തമായ രീതിയിൽ വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്ന് മന്ത്രി ആവശ്യപ്പെടുന്നുണ്ട്. കുടുംബത്തിന് ആരോഗ്യമന്ത്രി നേരിട്ട് കാണാനുള്ള അവസരം ഒരുക്കുമെന്നും മന്ത്രി കുടുംബത്തിന് ഉറപ്പു നൽകി. അതോടൊപ്പം ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ വാക്സിനുമായി ബന്ധപ്പെട്ട് വാക്സിൻ ഫലപ്രദമല്ലാതെയാണോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാക്സിനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച വ്യക്തത വരുത്തുന്നതിന് ആരോഗ്യമന്ത്രിക്ക് മന്ത്രി നേരിട്ട് കത്ത് നൽകുമെന്നും ഗണേഷ് കുമാർ വീട്ടുകാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 8-ാം തീയതിയാണ് നിയ ഫൈസലിന് നായയുടെ കടിയേൽക്കുന്നത്. ഈ മാസം 6-ാം തീയതി കുട്ടി മരിക്കുമ്പോഴേക്കും ഏതാണ്ട് 3 ഡോസ് വാക്സിനേഷനും പൂർത്തിയായിരുന്നു. 1 ഡോസ് വാക്സിനേഷൻ മാത്രമായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. ഏപ്രിൽ 28-ാം തീയതി കുട്ടിക്ക് പനി ബാധിക്കുകയും തിരുവനന്തപുരം SIT ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് പനി കൂടുകയും കുട്ടിക്ക് പേവിഷബാധയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്ത് കുട്ടി മരണപ്പെടുന്നത്. അതിനെ തുടർന്ന് കേരളമൊട്ടാകെ ഈ വാക്സിനേഷൻ സംബന്ധിച്ച ഒരു വിശ്വാസ പ്രശ്നമൊക്കെ ഉയർത്തിക്കാട്ടി വളരെ വലിയൊരു വിശ്വാസ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടൊരു വലിയ ജനമുന്നേറ്റം വന്നിരുന്നു. വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ആരോഗ്യവകുപ്പിനെതിരെ നടന്നിരുന്നു. ഏതായാലും മന്ത്രി നേരിട്ട് വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. വാക്സിൻ സംബന്ധിച്ച കാര്യത്തിൽ കൂടുതൽ വിശ്വാസത്തെ ഉറപ്പാക്കാനായി ആരോഗ്യമന്ത്രിയെ സമീപിക്കുമെന്ന് മന്ത്രി കുടുംബത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ശരി.